1980കളിലോ അതിനു മുൻപോ ജനിച്ച ടെലിവിഷൻ പ്രേക്ഷകർ ഒരുപക്ഷെ ഒരിക്കലും മറക്കാത്ത പേരാണ് ഷുഹൈബ് ഇല്യാസി. ഈ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെങ്കിലും ഇദ്ദേഹം അവതരിപ്പിച്ച പരിപാടിയുടെ പേര് കേട്ടാൽ ആളെ മനസ്സിലാകും. ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ്. ടെലിവിഷൻ പ്രേക്ഷകരെ ഒന്നാകെ ത്രസിപ്പിച്ച ക്രൈം സീരീസിൻ്റെ അവതാരകനും പ്രൊഡ്യൂസറുമായിരുന്നു ഇല്യാസി. വെറുമൊരു ടെലിവിഷൻ പരിപാടി ആയിരുന്നില്ല ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ്. 135 കൊടും ക്രിമിനലുകളെയാണ് ഈ അത്യുഗ്രൻ ടെലിവിഷൻ ഷോയിലൂടെ ഇല്യാസി നിയമത്തിന് മുന്നിൽ കീഴടങ്ങിച്ചത്. എന്നാൽ വിധിയുടെ വിളയാട്ടമെന്ന് തന്നെ പറയാം. ഏറ്റവും ഒടുവിൽ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ഇല്യാസി തന്നെ ജയിലറയ്ക്കുള്ളിലായി. ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ് എന്ന സീരീസുമായി 1998 CTVയിൽ അവതാരകനായി പ്രത്യക്ഷപ്പെട്ട നാൾ മുതലാണ് ഇല്യാസിയെ പ്രേക്ഷകർ അറിയാൻ തുടങ്ങിയത്. ബ്രിട്ടീഷ് TVയിൽ പ്രദർശിപ്പിച്ചിരുന്ന ക്രൈം സ്റ്റോപ്പേഴ്സ് എന്ന സീരീസിൻ്റെ ചുവട് പിടിച്ചാണ് ഇല്യാസിയും ഭാര്യ അഞ്ജുവും സീരിയൽ രൂപപ്പെടുത്തിയത്. പോലീസ് കേസുകളിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏതെങ്കിലും കുറ്റവാളിയെ ഓരോ ആഴ്ചയിലും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തും. അവർ നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, അക്രമങ്ങൾ, അവരുടെ വ്യക്തിഗത വിവരങ്ങൾ എന്നുവേണ്ട അവരെ പിടിക്കുന്നതിന് വേണ്ട സൂചനകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് കാഴ്ചക്കാരിലേക്ക് കൈമാറുന്നത്. അതോടൊപ്പം കുറ്റവാളിക്ക് ഒരു സന്ദേശം കൊടുക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ ഞങ്ങൾ സഹായിക്കാം എന്നതാണ് ആ സന്ദേശം. 52 എപ്പിസോഡുകൾക്ക് വേണ്ടിയാണ് ഇല്യാസി CTVയുമായി കരാർ ഒപ്പിട്ടത്. പക്ഷേ ഈ സീരിയൽ മറ്റൊരു പേരിൽ ദൂരദർശനിൽ ഇല്യാസി അവതരിപ്പിക്കുകയുണ്ടായി. കുറ്റാന്വേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓഫീസിൻ്റെ പശ്ചാത്തലം പോലും ഒരുക്കിയായിരുന്നു ഷോ. 90കളിലാണ് ഇത്തരമൊരു ടെലിവിഷൻ പരീക്ഷണമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇല്യാസിയുടെ വിഷ്വൽ സെൻസിനെക്കുറിച്ച് മതിപ്പ് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും കുടുംബജീവിതം വല്ലാതെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയായിരുന്നു. 1966 നവംബർ 15-നായിരുന്നു ഷുഹൈബ് ഇല്യാസിയുടെ ജനനം. ന്യൂഡൽഹിയിലെ കസ്തൂർബം ഗാന്ധി മാർഗ് പള്ളിയിലെ ഇമാമിന് തൻ്റെ മകൻ ഇല്യാസിക്ക് ആധുനിക വിദ്യാഭ്യാസം നൽകണമെന്നത് നിർബന്ധമായിരുന്നു. മാസ് കമ്മ്യൂണിക്കേഷനിൽ PGക്ക് ജാമിയ മിലിയ സർവകലാശാലയിൽ പഠിക്കുമ്പോഴാണ് അതേ കോഴ്സിൽ പരിശീലനം നേടിയിരുന്ന അഞ്ജു എന്ന സിഖ് യുവതിയുമായി ഇല്യാസി അടുപ്പത്തിലായത്. പക്ഷേ ഇവരുടെ വിവാഹത്തിന് അനുകൂല നിലപാടായിരുന്നില്ല ഇരു കുടുംബങ്ങൾക്കും. കോഴ്സ് കഴിഞ്ഞ് അഞ്ജു ലണ്ടനിലേക്ക് പോയി. അവിടെ സഹോദരൻ്റെ കൂടെ താമസിച്ചു. താമസിയാതെ ഇല്യാസിയും ലണ്ടനിലെത്തി. അവിടെ വെച്ചാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇവർ വിവാഹിതരാകുന്നത്. ഈ ലണ്ടൻ ജീവിതത്തിനിടയ്ക്കാണ് ക്രൈം സ്റ്റോപ്പേഴ്സ് എന്ന പരിപാടി ഇവരുടെ ശ്രദ്ധയിലെത്തുന്നത്. അവിടെ വെച്ചാണ് അവർ രണ്ടുപേരും കൂടി ദ മോസ്റ്റ് വാണ്ടഡ് എന്ന TV സീരിയലിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നത്. അഞ്ജു അവതാരകയാവണം എന്നതായിരുന്നു അവർ ഒന്നിച്ചെടുത്ത തീരുമാനം. പക്ഷേ പിന്നീട് ഇല്യാസ് തന്നെ അവതാരകനാവുകയായിരുന്നു. അപ്പോഴേക്കും അവരുടെ ഇടയിൽ പടലപ്പിണക്കങ്ങൾ തുടങ്ങിയെന്ന് വേണം അനുമാനിക്കാൻ. ഇല്യാസിയുടെ കൂടെ താമസിക്കാൻ കൂട്ടാക്കാതെ അഞ്ജു വീണ്ടും ലണ്ടനിലേക്ക് പോയി. 96-ൽ സീരിയലിൻ്റെ 3 എപ്പിസോഡുകൾ വന്നതിന് ശേഷമായിരുന്നു അഞ്ജുവിൻ്റെ മടക്കം. ദമ്പതികൾക്ക് ജനിച്ച കുട്ടിക്ക് അവർ ആലിയ എന്ന് പേരിട്ടു. കുട്ടിയുടെ പേര് നിലനിർത്തിക്കൊണ്ടാണ് ആലിയ പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഇല്യാസി നിർമ്മാണ കമ്പനി ആരംഭിച്ചത്. ഇടയ്ക്ക് ഇല്യാസി കാനഡയിലെത്തി അഞ്ജുവുമായി രമ്യതയിലെത്തി. ആലിയ പ്രൊഡക്ഷൻസിൽ അഞ്ജുവിന് 25% ഓഹരി നീക്കിവെച്ചു. 99 ഫെബ്രുവരിയിൽ അവർ രണ്ടുപേരും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ഡൽഹിയിലെ മയൂർ വിഹാറിൽ 15 ലക്ഷം രൂപ മുടക്കി ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങി. 99 ഡിസംബർ അവസാനം അവർ ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറ്റി. 2000 ജനുവരി 16-ന് അഞ്ജുവിന് 30 വയസ്സ് തികയുന്ന ദിവസം ഗംഭീരമായി ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. എന്നാൽ അതിന് ദിവസങ്ങൾക്ക് മുൻപ് ജനുവരി 10-ാം തീയതി രാത്രി 11:15-ന് അഞ്ജുവിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ ന്യൂഡൽഹി എയിംസിൽ എത്തിക്കുകയായിരുന്നു. അഞ്ജു സ്വയം കത്തികൊണ്ട് മുറിവേൽപ്പിച്ചുവെന്നായിരുന്നു ഇല്യാസിയുടെ ഭാഷ്യം. പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. പോലീസ് 1 മാസം കേസ് അന്വേഷിച്ചു. ഫോറൻസിക് റിപ്പോർട്ടിലും ആത്മഹത്യ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ റിപ്പോർട്ടിൻ്റെയും മറ്റ് തെളിവുകളുടെയും വെളിച്ചത്തിൽ കേസ് ആത്മഹത്യയായി റഫർ ചെയ്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കാനഡയിലുണ്ടായിരുന്ന അഞ്ജുവിൻ്റെ സഹോദരി രശ്മി സിംഗ് ആരോപണങ്ങളുമായി രംഗപ്രവേശനം ചെയ്യുന്നത്. സ്ത്രീധനത്തിന് വേണ്ടി പീഡിപ്പിച്ചത് കൊണ്ടുള്ള മരണമാണെന്നും കൊലപാതകത്തിന് കേസെടുക്കണമെന്നും ഇവർ ആവശ്യമുന്നയിച്ചു. ഒടുവിൽ 2005-ൽ CBI കേസ് ഏറ്റെടുത്തു. കൊലപാതകത്തിന് കുറ്റപത്രം കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തു. 10 വർഷത്തിന് ശേഷം സെഷൻസ് കോടതി ഇല്യാസി കുറ്റക്കാരനാണെന്ന് വിധിച്ചു. തൻ്റെ സീരിയലുകളിൽ കൂടി 135 ക്രിമിനലുകളെ പിടികൂടാൻ സഹായിച്ച ഒരു വ്യക്തി അവസാനം വലിയൊരു കുറ്റവാളിയായി മാറേണ്ടി വന്നത് വിധിയുടെ ക്രൂരമായ ഒരു വിനോദമെന്നല്ലാതെ മറ്റെന്തു പറയാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.